കഞ്ചാവ് കേസിലും ബലാത്സംഗ സാമ്പത്തിക തട്ടിപ്പ് കേസിലും നെടുങ്കണ്ടം പോലീസ് പിടിയിലായ ശേഷം ജാമ്യത്തിലിറങ്ങി പതിറ്റാണ്ടുകളോളം ഒളിവിൽ കഴിഞ്ഞ് രണ്ട് പിടികിട്ടാപ്പുള്ളികൾ പോലീസ് പിടിയിലായി. 35-25 വർഷങ്ങൾക്ക് മുമ്പ് ഒളിവിൽ പോയവരെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സംഘം വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നുമായി പിടികൂടിയത്. രണ്ട് വ്യത്യസ്ത കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം പതിറ്റാണ്ടുകളോളം ഒളിവിൽ കഴിഞ്ഞ രണ്ട് പ്രതികളാണ് പോലീസിന്റെ വലയിലായത്. നെടുങ്കണ്ടം സ്റ്റേഷനിൽ 35 വർഷം മുമ്പ് കഞ്ചാവ് കൈവശം വെച്ചതിന് പിടിയിലാവുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത പച്ചടി പാലക്കാപ്പറമ്പിൽ സുഗു 25 വർഷം മുമ്പ് പാമ്പാടുംപാറയിൽ ബലാത്സംഗ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പിടിയിലായതിനു ശേഷം ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ കൊട്ടാരക്കര മാമ്പഴ സരസ്വതി മന്ദിരത്തിൽ സേതുകുമാർ എന്നിവരാണ് പിടിയിലായത്. 1 കിലോ 600 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച കേസിൽ ജയിലിൽ കഴിയവെയാണ് സുഗു ജാമ്യത്തിലിറങ്ങി മുങ്ങിയത്. 35 വർഷമായി ഇയാളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള പ്രത്യേക സ്ക്വാഡ് ആഴ്ചകൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നുമാണ് ഇയാളെ കണ്ടെത്തിയത്. 1991 നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇയാൾ വയനാട്ടിൽ കൃഷിപ്പണികളും മറ്റു ജോലികളും ചെയ്തു വരികയായിരുന്നു. 2001 നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലെ പ്രതിയാണ് പിടിയിലായ സേതുകുമാർ. 2000 ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പാമ്പാടുംപാറ സ്വദേശിയായ യുവതിയെ ഗൾഫിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് 17,500 രൂപ വാങ്ങുകയും വീട്ടിൽ നിന്നും ബോംബെയിലേക്ക് കൊണ്ടുപോവുകയും ഗൾഫിലേക്ക് വിടാതെ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. ഇതേ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് പിടികൂടിയ ഇയാൾ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഒളിവിൽ പോവുകയും ചെയ്തു. ബുധനാഴ്ച പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിനടുത്ത് പരുത്തിപ്രയിൽ വെച്ചാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡ് ഇയാളെ പിടികൂടി നെടുങ്കണ്ടം പോലീസിന് കൈമാറിയത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.